പുതുക്കിയ GST നിരക്ക് നിലവിൽ വന്നതോടെ ജനങ്ങൾ പ്രതീക്ഷയിലാണെങ്കിലും സംസ്ഥാന സർക്കാർ ആശങ്കയിലാണ്. സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ 8000 കോടി രൂപ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് പ്രാഥമിക കണക്ക്. വേണ്ടത്ര പഠനം നടത്താതെ നടപ്പാക്കിയ പരിഷ്കാരമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ 24നോട് പറഞ്ഞു. ഒരു ഉത്പന്നത്തിൽ ഈടാക്കുന്ന GSTയുടെ പകുതി സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. അതായത് 28% GST ഈടാക്കിയാൽ അതിൽ പകുതി 14% നികുതി സംസ്ഥാനത്തിന് ലഭിക്കും. എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം മുൻപ് 28% വരെ ഈടാക്കിയിരുന്ന GST 18%, 5%, 0% കുറയും. സ്വാഭാവികമായും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി കുറയും. കേന്ദ്രത്തിന് വിമർശനവുമായി 24നോട് KN ബാലഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെ: കേന്ദ്ര ഗവൺമെന്റ് 50,000 60,000 എവിടെ സ്റ്റഡി ചെയ്തിട്ടില്ല. ഞങ്ങൾ കമ്മിറ്റിയിൽ അംഗമാണ്. എവിടെ സ്റ്റഡി ചെയ്ത റിപ്പോർട്ടില്ല, ഒന്നുമില്ല. ഏറ്റവും മിനിമം 2 ലക്ഷം കോടിയെങ്കിലും നഷ്ടം വരുമെന്നാണ് ചില പണ്ഡിതന്മാർ, സാമ്പത്തിക രംഗത്ത് ഈ മേഖലയെ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒരു പഠനവും ഇല്ലാതെ നമ്മുടെ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് അനൗൺസ് ചെയ്തതുപോലെ അനൗൺസ്മെന്റാണ് വന്നത്. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് നടപ്പാക്കുന്ന സംവിധാനമായി GST കൗൺസിൽ മാറിയെന്ന് മന്ത്രി P. രാജീവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് എൻഡോഴ്സ് ചെയ്യുന്ന സംവിധാനമായിട്ട് GST കൗൺസിൽ മാറിയിരിക്കുന്നു. നികുതി എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് പറയുമ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം അത് നികത്തുന്നതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി നടത്തിയ പഠനത്തിൽ 7803 കോടി രൂപയുടെ നഷ്ടമാണ് മുന്നിൽ കാണുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ 6 മാസം പിന്നിട്ടതിനാൽ ഇനി ഈ വർഷം 4000 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. ഈ വരുമാനം ഉൾപ്പെടെ കണക്കാക്കിയാണ് സർക്കാർ ബജറ്റ് തയ്യാറാക്കിയത്. ബജറ്റ് ഉൾപ്പെടെ തകിടം മറിയുമെന്നാണ് ആശങ്ക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.